ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മിനി ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ദീപാവലിക്കാണ് ഓഫർ ഇട്ടത്. ഒരു ദിവസത്തെ ഓഫറാണ് ഇട്ടത്. ഏകദേശം 70-ൽ കൂടുതൽ, ഒരു 80 അടുപ്പിച്ചിട്ടൊക്കെ എനിക്ക് ഓർഡർ കിട്ടിയിരുന്നു. 100 ബോക്സാണ് ഞാൻ വാങ്ങിയത്. ഒരു ബോക്സിൽ 3 വെച്ചാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേനൂട്ടാൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യാമെന്നാണ് കരുതിയത്. അങ്ങനെ കേക്ക് ഷോപ്പിലേക്ക് വാങ്ങാൻ പോയപ്പോൾ അവിടെ തീർന്നു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, വേനൂട്ടാൻ്റെ ചോക്ലേറ്റിനൊക്കെ റേറ്റ് കൂടിയും. മിൽക്ക് ചോക്ലേറ്റിന് 1700, ഡാർക്ക് ചോക്ലേറ്റിന് 1600 അതുകൊണ്ട് കേക്ക് ഷോപ്പിലൊക്കെ കൂടുതലായിട്ട് അങ്ങനെ എടുത്ത് വെക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞിട്ട് വേനൂട്ടൻ ചോക്ലേറ്റ് ഷോപ്പിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. ഞാൻ അവിടെയുള്ള വേറെ 2 ഷോപ്പിലും കൂടി ചോദിച്ചു. അപ്പോൾ അവിടെയും ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ചിരുന്ന വേനൂട്ടാൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാനിയറിൻ്റെ മിൽക്ക് ചോക്ലേറ്റും കൂടി ചേർത്താണ് ഞാൻ ഈ ഡ്രീം കേക്ക് ചെയ്തത്. ഇത് ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കങ്ങനെ വലിയ ലാഭമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ആ സമയത്ത് കേക്കിൻ്റെ ഓർഡർ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിനി ഡ്രീം കേക്കിൻ്റെ ഓഫർ ഇട്ടത്. ഈ മിനി ഡ്രീം കേക്ക് ചെയ്യാൻ എനിക്ക് 3 കിലോയുടെ സ്പഞ്ചാണ് വേണ്ടി വന്നത്. 10 ഇഞ്ചിൻ്റെ ടിന്നിൽ 2 കിലോയും ചെയ്തെടുത്തു. പിന്നെ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ 1 കിലോയും ചെയ്തെടുത്തു. ഓരോ സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ലെയറിൽ നിന്നും ബോക്സിൻ്റെ അളവിലുള്ള സ്പഞ്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് ബോക്സിലോട്ട് സെറ്റ് ചെയ്തത്. കുറച്ചൊക്കെ ബാക്കി വന്നു. പിന്നെ എനിക്ക് പിറ്റേ ദിവസം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്പഞ്ച് അതിലേക്ക് ഞാൻ എടുത്തു. ഓരോ ബോക്സിലും സ്പഞ്ചൊക്കെ സെറ്റ് ചെയ്തതിൽ എൻ്റെ മോനും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത ആളാണ്, 8ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് സ്പഞ്ച് മുട്ട ബീറ്റ് ചെയ്യാനൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ചോക്ലേറ്റ് ബോസ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചുറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ ചേർത്ത് തയ്യാറാക്കിയ ഗനാഷും ഒഴിച്ചെടുത്തു. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ടെടുത്തു. അടുത്ത ലെയറായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും ഒഴിച്ചു കൊടുത്തു. ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഗനാഷൊക്കെ ഒഴിച്ചു കൊടുത്തത്. ചെറിയ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ പൊട്ടിക്കുന്ന രീതിയിലാണ് ചെയ്തത്. നല്ല സ്മൂത്തായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റായിട്ട് കൊക്കോ പൗഡറും കൂടി തൂറ്റി കൊടുത്തു. ഇത് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം ഓരോ ലെയറും ചെയ്തിട്ട് പിന്നെ ബോക്സെല്ലാം അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷമാണ് അടുത്ത ലെയർ കൊടുക്കുന്നത്. അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റ് ചെയ്ത് ബോക്സൊക്കെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചു. രാത്രിയിലാണ് ഞാനിത് ചെയ്തത്. പിറ്റേ ദിവസം കൊടുക്കാൻ നേരത്താണ് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇത് പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാനുള്ള കുറച്ച് കേക്കാണ്. പിന്നെ അതും എല്ലാം അപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ മിനി ഡ്രീം കേക്ക് ചെയ്തതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിരുന്നപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഞായറാഴ്ചയും കുറച്ച് ഓർഡർ കിട്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മിനി ഡ്രീം കേക്ക് ചെയ്തതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.